സ്വലാഹുദ്ദീൻ അയ്യൂബി. സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന ആള് മോശമാണോ അതോ നല്ല ആളാണോ? സകല ചരിത്രകാരന്മാരും അദ്ദേഹത്തെ വിവരിക്കുന്നത് റഹ്മഹുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാ. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ എന്ന്. ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് അദ്ദേഹം ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് മരിക്കാൻ കിടക്കുമ്പോ തന്റെ മുമ്പിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് വിളിച്ച അശ്ശൈഖ് അബൂ ജഅഫർ എന്ന ഇമാം അദ്ദേഹത്തിന്റെ മുൻപിൽ രാത്രി മുഴുവൻ പാർക്കുന്നു. പാർക്കുമ്പോൾ തന്റെ മുമ്പിൽ ഖുർആൻ ഓതുന്നു. ഷഹാദത്ത് ആവശ്യമുള്ളപ്പോൾ ചൊല്ലിക്കൊടുക്കുന്നു. ആ ഷഹാദത്ത് ചൊല്ലിക്കൊടുക്കുന്ന ഷെയ്ഖ് അബൂ ജഅഫർ എന്നവർ അദ്ദേഹത്തിന്റെ അടുക്കൽ വെച്ച് ഹുവല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ എന്ന് ഓതുന്ന സമയത്ത് അതേ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായ മഹാനായ ഭരണാധികാരിയാണ് കുരിശ് സേനയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിന് മോചനം നൽകിയ ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ അയ്യൂബി. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ അയ്യൂബി വഫാത്തായിട്ട് ജാമിഉൽ ഉമവി എന്ന് പറയുന്ന ഡമാസ്കസിലെ വലിയ പള്ളിയിൽ 3 ദിവസം കണ്ണോക്കേനു. 3 ദിവസം സാധാരണക്കാരും വലിയവരും എല്ലാവരും വന്നിട്ട് അവിടുത്തെ ആ കണ്ണോക്കിൽ പങ്കെടുത്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അല്ലാമ ഇബ്നു കസീർ അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം നിയോഗിച്ച അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകനാണ് അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂക്കുബരി എന്ന് പറയുന്ന മഹാൻ. ആ മഹാൻ അദ്ദേഹത്തിന്റെ ജീവിത സമയത്ത് അവസാനം വരെ 5 ദിർഹമിന്റെ കുപ്പായ ധരിച്ചിരുന്ന. 5 ദിർഹമിന്റെ കുപ്പായം, 5 റുപ്യന്റെ കുപ്പായം ധരിച്ച അദ്ദേഹത്തോട് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എത്ര ലക്ഷം പൊന്നാണ് റബീഉൽ അവ്വലിന് ചെലവഴിക്കുന്നത്? എത്ര ലക്ഷം പൊന്നുകളാണ് വിരുന്നുകാർക്ക് ചെലവഴിക്കുന്നത്? എത്ര ലക്ഷം പൊന്നുകളാണ് ഹാജിമാർക്ക് വഴിയാത്രക്കാർക്ക് വെള്ളം കൊടുക്കാൻ ചെലവഴിക്കുന്നത്? നിങ്ങൾക്കൊരു കുപ്പായമിടാൻ നിങ്ങളുടെ കയ്യിൽ പണമില്ലേ എന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, എന്റെ ശരീരത്തിൽ ഇടാൻ വേണ്ട കുപ്പായം നശിക്കാനുള്ള കുപ്പായമാണ്. മരിക്കാൻ പോകുന്ന എനിക്കെന്തൊരു കുപ്പായം? ഞാൻ ഈ ചെയ്യുന്നതൊക്കെ പുണ്യകർമ്മങ്ങളാണ്, സത്കർമ്മങ്ങളാണ്, ആഖിറത്തിൽ പുണ്യം കിട്ടുന്നതാണ്, അള്ളാഹുവിന്റെ ദീനിലാണ്, ഫുഖറായിനാണ്, നിർധനന്മാർക്കാണ്. എനിക്ക് ധരിക്കാൻ ഞാൻ പണം ചെലവഴിക്കൂല എന്ന് പറഞ്ഞ് 5 റുപ്യന്റെ കുപ്പായമിട്ട് അതുകൊണ്ട് തന്നെ മരിച്ച മഹാനാ ബഹുമാനപ്പെട്ട അൽ മലിക്കുൽ മുളഫർ അബൂ സഈദ് കൂക്കുബരി എന്ന് പറയുന്ന മഹാൻ. അദ്ദേഹമാണ് 1,80,000 പൊന്ന് കൊല്ലം റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കാൻ ചെലവഴിക്കുക. ആ ഭക്തരിൽ ഭക്തരായ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടാക്കപ്പെട്ട മൗലിദും ആഘോഷവും അന്നത്തെ ദാനധർമ്മങ്ങളും നന്നെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ തീറ്റ ഹാപ്പാത്തിരാമന്മാർ, തീറ്റക്കൊതിയന്മാർ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ?